Namaskaram. In our last class, we figured out the meanings of two important physical quantities, permittivity and relative permittivity. The values of these two quantities express the approximate ability of a medium to permit electric polarization inside its own body when subjected to an external unbalanced electric force. അപ്പോൾ പുറത്തുനിന്നുള്ള ഒരു ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൻ്റെ ഫലമായിട്ട് ഒരു മീഡിയം അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് പോളറൈസേഷൻ അനുവദിക്കാതിരിക്കാം. ഒരു മീഡിയം ഇലക്ട്രിക് പോളറൈസേഷൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം അനുവദിക്കും എന്നുള്ളതിൻ്റെ അളവുകോലാണ്, ഏകദേശ അളവുകോലാണ് ഇലക്ട്രിക് പെർമിറ്റിവിറ്റിയുടെയും റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റിൻ്റെയും വാല്യൂസ്. അതുകൊണ്ടാണ് എപ്സിലോൺ ആർ ഈ ക്വാണ്ടിറ്റികൾക്കൊക്കെ പെർമിറ്റിവിറ്റി എന്നുള്ള പേര് കിട്ടിയത്. അതിൻ്റെ വാല്യൂ നോക്കിയിട്ടാണ് ഒരു മീഡിയം പോളറൈസേഷൻ പെർമിറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമ്മളൊരു തീരുമാനത്തിലെത്തുന്നത്. വലിയ വാല്യൂ ആണ് പെർമിറ്റിവിറ്റിക്ക് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് ഉള്ളതെങ്കിൽ ആ മീഡിയം അതിനകത്ത് ഇലക്ട്രിക് പോളറൈസേഷൻ കൂടുതലായിട്ട് പെർമിറ്റ് ചെയ്യുമെന്നർത്ഥം. അപ്പം ഈ എപ്സിലോണിന് അല്ലെങ്കിൽ എപ്സിലോൺ ആറിന് പെർമിറ്റിവിറ്റി എന്ന് പേര് കിട്ടാനുള്ള ഒരു കാരണം ഇപ്പം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മുമ്പോട്ട് പോകുന്നതനുസരിച്ച് ഈ ക്വാണ്ടിറ്റികൾക്ക് ആ പേരുകൾ കിട്ടാൻ, പെർമിറ്റിവിറ്റി എന്നുള്ള പേര് കിട്ടാനുള്ള കൂടുതൽ കാരണങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ക്വാണ്ടിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതോടൊപ്പം അതിൻ്റെ ഫിസിക്കൽ മീനിങ് കൂടെ. ഏതൊരു ക്വാണ്ടിറ്റിക്കും ഒരു ഫിസിക്കൽ മീനിങ് ഉണ്ടാവും. ആ ഫിസിക്കൽ മീനിങ് പഠിക്കുമ്പോഴാണ് ആ ക്വാണ്ടിറ്റിയെ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്, അതുമല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇലക്ട്രിക് ഫീൽഡ് എന്നറിയപ്പെടുന്നത്. ആ പുതിയ ക്വാണ്ടിറ്റിയെ പറ്റി പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയ യൂണിറ്റ് ഓഫ് ചാർജ് ഉണ്ട്, SI യൂണിറ്റ് ഓഫ് ചാർജ് കൂളും. ഈ കൂളുമിനെ പറ്റിയുള്ള ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ കൂളും എന്ന് പറയുന്നത് ഒരു വലിയ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജാണ്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് അളക്കാനായിട്ട് മില്ലിമീറ്റർ ഉണ്ട്, അതിനേക്കാൾ ചെറിയ നാനോമീറ്റർ ഉണ്ട്, മൈക്രോമീറ്റർ ഉണ്ട്, പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ വലിപ്പത്തിലേക്ക് വരുന്ന സമയത്ത് മീറ്റർ ഉണ്ട്, കിലോമീറ്റർ ഉണ്ട്, ലൈറ്റ് ഇയർ ഒക്കെ ഉണ്ട്. ഇവയെല്ലാം ഈ യൂണിറ്റുകളെല്ലാം ഡിസ്റ്റൻസ് അളക്കാനുള്ളതാണെങ്കിൽ പോലും അവ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് നമ്മൾ ഒരിക്കലും ഒരു ബുക്കിൻ്റെ സൈഡുകളുടെ ലെങ്ത് അളക്കാനായിട്ട് കിലോമീറ്ററോ ലൈറ്റ് ഇയറോ ഉപയോഗിക്കാറില്ല. അതിന് നമ്മൾ സെൻറ്റിമീറ്റർ ആണ് ഉപയോഗിക്കാറുള്ളത്. അതേപോലെ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം നമ്മൾ ഒരിക്കലും മീറ്ററിൽ പറയാൻ ശ്രമിക്കാറില്ല. പ്രായോഗികമായി ഉപയോഗിക്കേണ്ടി വരുമ്പോൾ മീറ്ററിൽ പറയാൻ ശ്രമിക്കാറില്ല. അതിന് ലൈറ്റ് ഇയർ ആണ് ഉപയോഗിക്കുക. SI സിസ്റ്റത്തിൽ ഉപയോഗിക്കുമ്പോൾ എല്ലാം മീറ്ററിലാണ് പറയുക എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ നിങ്ങളൊരു ഇലക്ട്രോണിൻ്റെ ചാർജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂ പറയാം. ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ ഈസ് ഓൺലി 1.6 × 10⁻⁹ കൂളും. വളരെ ചെറിയ ചാർജാണ് ഇലക്ട്രോണിൽ. 1 കൂളും എന്ന് പറയുന്നത് വളരെ വലിയ എമൗണ്ട് ഓഫ് ചാർജാണ്. അപ്പോൾ സാധാരണ വസ്തുക്കളുടെ ചാർജ് എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് കൂളും ഉപയോഗിക്കേണ്ടി വരില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ യൂണിറ്റ്സ് ഓഫ് ചാർജ് ഉണ്ട്. അത്തരം ചെറിയ ചില യൂണിറ്റുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അതിലൊരു യൂണിറ്റാണ് മൈക്രോ കൂളും. 1 മൈക്രോ കൂളും എന്ന് പറഞ്ഞാൽ, മൈക്രോ മീൻസ് 10⁻⁻⁶. 1 മൈക്രോ കൂളും എന്ന് പറഞ്ഞാൽ 10⁻⁻�6 കൂളുമാണ്. 10⁻⁻�6 കൂളുമാണ്. അതിനേക്കാൾ കുറച്ചും കൂടി ചെറിയൊരു യൂണിറ്റാണ് 1 നാനോ കൂളും, വിച്ച് ഈസ് ഈക്വൽ ടു 10⁻⁹ കൂളും. അപ്പോൾ ഇത്തരം ഈ ചെറിയ യൂണിറ്റുകളൊക്കെ മതി സാധാരണ വസ്തുക്കളുടെ ചാർജുകൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പുതിയ ക്വാണ്ടിറ്റിയിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ പേരാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, അല്ലെങ്കിൽ വെറുതെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ മതി. അതിനെ റിപ്രസെൻറ്റിന് ഉപയോഗിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ E ആണ്. അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിലേക്ക് പോകാനായിട്ട് ഒരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യാം. ഒരു പോയിന്റിൽ, സ്പേസിൽ, വാക്വത്തിൽ ഒരു പോയിന്റിൽ A എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ചാർജ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ ചാർജിൽ നിന്നും 6 മീറ്റർ ദൂരെ മറ്റൊരു പോയിന്റ് ഇമാജിൻ ചെയ്യുക. P ആണ് ആ പോയിന്റിന് വിചാരിക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് Q എന്ന് പറയുന്ന ഈ ചാർജിന് പോയിന്റ് Pയിൽ എത്ര ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുമെന്നാണ്, എത്ര സ്വാധീനം ചെലുത്താൻ പറ്റുമെന്നാണ്. സ്വാധീനം ചെലുത്തുക എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ചാർജിന് ഇവിടെ എത്ര ഫോഴ്സ് പ്രയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമുക്ക് ഓൾറെഡി അറിയാം, ഒരു ചാർജിന് മറ്റൊരു ചാർജിന്റെ മുകളിൽ ഫോഴ്സ് പ്രയോഗിക്കാൻ പറ്റുള്ളൂ, ഇൻഫ്ലുവൻസ് പ്രയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് പരിശോധിക്കാനായിട്ട്, ഇയാൾക്ക് ഇവിടെ എത്ര ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പരിശോധിക്കാനായിട്ട് നമ്മൾ ഇവിടെ
ആ സാധനം ടെസ്റ്റ് ചെയ്യാനായിട്ട്, ഇയാളുടെ ഇവിടെയുള്ള ഇൻഫ്ലുവൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് വി നീഡ് ടു പ്ലേസ് എ ടെസ്റ്റ് ചാർജ് അറ്റ് പോയിന്റ് പി. അതിനെയാണ് നമ്മൾ Q0 എന്ന് എത്തിക്കുന്നത്. അപ്പോൾ ഒരു ടെസ്റ്റ് ചാർജായ Q0 പോയിന്റ് പിയിൽ വെച്ചിട്ടുണ്ട്. Q0യുടെ മുകളിൽ പോയിന്റ് എയിൽ വെച്ചിരിക്കുന്ന ചാർജായ Q എന്ത് ഇൻഫ്ലുവൻസ് പ്രയോഗിക്കുന്നുണ്ട്, എത്ര ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട് എന്ന കാര്യമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അത് നമുക്ക് ഓൾറെഡി അറിയാം. ആ ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് കൂളംബ്സ് ലോ ഉപയോഗിക്കുന്നത്. F = 1/4πε0 Q into Q0 divided by epsilon 0. Sorry, Q into Q0 divided by R square. Q into Q0 divided by R square. അപ്പം ഈ ക്യൂവിൻ്റെയും Q0യുടെയും വാല്യൂ നമ്മളൊന്ന് ചൂസ് ചെയ്യാണ്. വി അസ്യൂം ദാറ്റ് Q is equal to 10 microcoulomb and Q0 is equal to 20 microcoulomb. ഇത് 10 microcoulomb, ഇത് 20 microcoulomb ഉണ്ടെന്ന് നമുക്ക് ഈ ഫോഴ്സിന്റെ ന്യൂമറിക്കൽ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഈ 1/4πε0ന്റെ വാല്യൂ നമുക്കറിയാം. ആഫ്റ്റർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് epsilon 0, 1/4πε0 is 9 × 10⁹ into Qന്റെ സ്ഥാനത്ത് 10 microcoulomb. 10 into 1 microcoulomb is 10⁻⁶ coulomb. So 10 microcoulomb is 10 into 10⁻⁶ into രണ്ടാമത്തെ ചാർജ് Q0 ആണ്, നമ്മുടെ ടെസ്റ്റ് ചാർജ് Q0 ആണ്, which is 20 into 10⁻⁶ divided by, ഇനി ഈ ഡിസ്റ്റൻസ് R equal to 1 meter ആണെന്ന് അസ്യൂം ചെയ്യുക. കാൽക്കുലേഷൻ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കുന്നത്. 1 squared. ഇതിന്റെ വാല്യൂ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു 1.8 ന്യൂട്ടൺ. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ കിട്ടുക 1.8 ന്യൂട്ടൺ. 1.8 ന്യൂട്ടൺ എന്ന് പറയുന്നത് സാമാന്യം വലിയ ഒരു ഫോഴ്സാണ്. എന്ന് വെച്ചാൽ ഇവിടെ Q0 = 20 മൈക്രോകൂളും ഒരു സയന്റിസ്റ്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ സയന്റിസ്റ്റ് പറയും ഈ ചാർജിന് ഈ പോയിന്റ് പിയിൽ നല്ല ഫോഴ്സ് പ്രയോഗിക്കാനുള്ള കഴിവുണ്ട്, അതായത് ഈ ചാർജിന് ഈ പോയിന്റിൽ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് ആ സയന്റിസ്റ്റ് പറയും. അപ്പോഴാണ് മറ്റൊരു സയന്റിസ്റ്റ് ഇവിടെ Q0 = 20 മൈക്രോകൂളുമിന് പകരം 2 മൈക്രോകൂളും കൊണ്ടുവയ്ക്കാൻ തീരുമാനിക്കുന്നത്. അപ്പം പുതിയ ഫോഴ്സ് എത്രയാണ് വരിക? ഇയാൾ ഈ 10 മൈക്രോകൂളും ആ 2 മൈക്രോകൂളുമിന് മുകളിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് F2 ആണെങ്കിൽ F2 is equal to again 9 into 10⁹ into 10 into ഇയാളുടെ വാല്യൂ ആദ്യം ചെയ്ത 10 into 10⁻⁶ into 2 into 10⁻⁶ divided by ഡിസ്റ്റൻസ് സെയിം തന്നെയാണ്, divided by R squared, which is equal to 1 squared. Now that is equal to 0.18 Newton. 0.18 Newton. അപ്പോൾ രണ്ടാമത്തെ സയന്റിസ്റ്റിന് കിട്ടിയ ഫോഴ്സ്, അതായത് ഈ ചാർജ് ഇവിടെ എത്ര ഫോഴ്സ് പ്രയോഗിക്കുന്നു എന്നുള്ള കാര്യം രണ്ടാമത്തെ സയന്റിസ്റ്റിന് കിട്ടിയത് 0.18 ന്യൂട്ടൺ ആണ്. ആദ്യത്തെ സയന്റിസ്റ്റിന് കിട്ടിയത് 1.8 ന്യൂട്ടൺ ആണ്. ആദ്യത്തെ സയന്റിസ്റ്റിന് രണ്ടാമത്തെ സയന്റിസ്റ്റിന് കിട്ടിയതിന്റെ 10 ടൈംസ് കൂടുതൽ ഫോഴ്സ് കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് സയന്റിസ്റ്റുകളും ഈ രണ്ട് ഫോഴ്സുകളെ ഈ ചാർജിന് ഈ പോയിന്റിലുള്ള ഇൻഫ്ലുവൻസിന്റെ അളവുകോലായിട്ട് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ സയന്റിസ്റ്റ് പറയും ഈ ചാർജിന് ഇവിടെ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്. അതേപോലെ രണ്ടാമത്തെ സയന്റിസ്റ്റ് പറയും ഈ ചാർജിന് ഇവിടെ അത്രമാത്രം ഇൻഫ്ലുവൻസ് ഇല്ല. അവർ തമ്മിലൊരു തർക്കം വരും. അതായത് ഒരു ചാർജിന്റെ ഇൻഫ്ലുവൻസ്, മറ്റൊരു പോയിന്റിലുള്ള ഇൻഫ്ലുവൻസ് പറയാൻ ആ ചാർജ് ഇവിടെ വെച്ചിരിക്കുന്ന മറ്റൊരു ചാർജിന് മുകളിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് രണ്ട് സയന്റിസ്റ്റുകളും എടുത്ത ചാർജുകൾ വ്യത്യാസപ്പെട്ടതുകൊണ്ടാണ് ഈ രണ്ടു പേർക്കും ഇൻഫ്ലുവൻസിന്റെ വാല്യൂസ് വ്യത്യസ്തമായിട്ട് കിട്ടിയത്. അപ്പോൾ ഈ തർക്കം ഒഴിവാക്കാൻ എന്താ ചെയ്യുക? ഇവിടെ അവരവർക്ക് ഇഷ്ടമുള്ള ചാർജ് എടുക്കാതെ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ, എല്ലാവരും അംഗീകരിച്ചൊരു വാല്യൂ സെലക്ട് ചെയ്യുക. അങ്ങനെ അംഗീകരിക്കപ്പെട്ട വാല്യൂ ആണ് Q0 = 1 കൂളും. വെറും 1 കൂളും അല്ല, +1 കൂളും. അങ്ങനെ ഓരോ സയന്റിസ്റ്റും അവർക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ഓഫ് ചാർജ് ഇവിടെ ടെസ്റ്റ് ചാർജായിട്ട് കൊണ്ടുവയ്ക്കരുത്. എല്ലാവരും 1 കൂളും വീതം കൊണ്ടുവയ്ക്കുക. 1 കൂളും വീതം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായ തർക്കം ഉണ്ടാവില്ല. ഏത് സയന്റിസ്റ്റും ഇവിടെ കൊണ്ടുവയ്ക്കേണ്ടത് 1 കൂളും ഓഫ് ചാർജിനെയാണ്. ഓക്കെ, അപ്പോൾ 1 കൂളും ഓഫ് ചാർജ് ഒരു പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ ആ ചാർജിന് നമ്മളുടെ ഗിവൺ ചാർജ് കാരണം അനുഭവപ്പെടുന്ന ഫോഴ്സ് കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം, അതായത് ഇങ്ങനെ കിട്ടുന്ന ഫോഴ്സ് കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ചാർജിന് ഈ പോയിന്റിൽ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്. ആ ഫോഴ്സ് കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ചാർജിന് ഈ പോയിന്റിൽ ഇൻഫ്ലുവൻസ് കുറവാണ്. അപ്പം ദ ഇൻഫ്ലുവൻസ് ഓഫ് എ ഗിവൺ ചാർജ് അറ്റ് എ പോയിന്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് the value of the force experienced by a unit positive charge placed at that point. ഒരു ചാർജിന് ഒരു പോയിന്റിൽ എത്ര ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ള കാര്യം ആ പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചാൽ അയാൾക്ക് ഈ ചാർജ് കാരണം അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിട്ടാണ്, ഫോഴ്സ് ആയിട്ടാണ് പറയുന്നത്. ആ ഫോഴ്സിന്റെ വാല്യൂ ആയിട്ടാണ് പറയുന്നത്. ഇതിനെയാണ് ഈ പറയുന്ന ഫോഴ്സിനെയാണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ കൂടി ലളിതമായിട്ട് പറഞ്ഞാൽ എന്ത് വരും?
intensity of electric field at a point due to a given charge, intensity of electric field at a point due to a given charge is equal to the force experienced by a unit positive charge placed at that point. ഒരു ഗിവൺ ചാർജ് കാരണം ഒരു പോയിന്റിലുള്ള ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ വെറും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ആ പോയിന്റിൽ വെച്ചിരിക്കുന്ന ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സിന് ഈക്വൽ ആണ്. ക്ലിയർ ആയി ഉണ്ടാവും വിചാരിക്കുന്നു. ഇനി ഈ +1 കൂളും കൊണ്ടുവയ്ക്കാൻ പറ്റുമോ, കൊണ്ടുവച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നേരത്തെ തുടക്കത്തിൽ തന്നെ കൂളും എന്ന് പറയുന്നത് ഒരു ലാർജർ യൂണിറ്റ് ഓഫ് ചാർജ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചത്. അപ്പോൾ ഇവിടെ കൊണ്ടുവയ്ക്കുന്നത് ഒരു വലിയ യൂണിറ്റ് ഓഫ് ചാർജ് ആണ്. 1 കൂളും എന്നാൽ വലിയ ചാർജാണ്, അതിനെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ ചാർജ് കൊണ്ടുവയ്ക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ, അതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പം നോക്കുക, നിങ്ങൾ ഇവിടെ 10 ഈ എക്സാമ്പിൾ തന്നെ എടുത്താൽ മതി. ഈ വലിയ ചാർജായ 1 കൂളും ടെസ്റ്റ് ചാർജ് ആയിട്ട് കൊണ്ടുവച്ചപ്പോൾ ആ ടെസ്റ്റ് ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈക്വൽ ടു 9 × 10⁻⁰ 10 മൈക്രോ കൂളും. 10 മൈക്രോ കൂളും ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 10 മൈക്രോ കൂളും ഇൻറ്റു Q0 ഈസ് 1 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് r 1 മീറ്റർ തന്നെയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 9 × 10⁴ 9 × 10⁴ ന്യൂട്ടൺ. 9 × 10⁴ ന്യൂട്ടൺ. 9 × 10⁴ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഫോഴ്സാണ്. അപ്പോൾ അത് ആ ഫോഴ്സിനെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊരു വസ്തുവിൻ്റെ വെയിറ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. ഒരു വസ്തുവിൻ്റെ വെയിറ്റ് ആണ് ഇത്രയും ന്യൂട്ടൺ. വെയിറ്റ് എന്ന് വെച്ചാൽ ഭൂമി ഒരു വസ്തുവിനെ താഴത്തേക്ക് പിടിച്ചു വലിക്കുന്ന ബലത്തിനെയാണ് വെയിറ്റ് എന്ന് വിളിക്കുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിൽക്കറിയാം, mg ആണ് ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. where m is the mass of that body. mg ഒരു വസ്തുവിൻ്റെ വെയിറ്റ് ആണ് 9 × 10⁴ ന്യൂട്ടൺ എങ്കിൽ ആ വസ്തുവിൻ്റെ മാസും ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടെ ഗുണിച്ചാൽ ഈ വെയിറ്റ് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു 9 × 10⁴. നമ്മൾ ജിയുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10 m/s² എടുക്കുകയാണെങ്കിൽ 10 m/s² എടുക്കുകയാണെങ്കിൽ m × 10 is equal to 9 × 10⁴ വരും. അപ്പം therefore m is equal to, അതായത് 9 × 10⁴ ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു ബോഡിയുടെ മാസ് m is equal to 9 × 10⁴ ഡിവൈഡഡ് ബൈ ഈ 10 താഴെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 9000 കിലോഗ്രാം. 9000 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു കാറിന് 1000 കിലോഗ്രാമാണ് ഭാരമെങ്കിൽ 9 കാറുകളുടെ ഭാരം, അതായത് 9 കാറുകളുടെ ഭാരം, 9 കാറുകളുടെ മാസ്, ഭാരമല്ല 9 കാറുകളുടെ മാസ്. അപ്പോൾ 9 കാറുകളുടെ മാസ് കാരണം ആ 9 കാറുകളുടെ മാസിനെ ഭൂമി എത്ര ഫോഴ്സിലാണോ താഴേക്ക് അട്രാക്ട് ചെയ്യുന്നത് അത്രയും ഫോഴ്സ് ഈ 10 മൈക്രോ കൂളും ചാർജ് ഈ Q0 ഈക്വൽ ടു 1 കൂളുമിൻ്റെ മുകളിൽ പ്രയോഗിക്കുന്നുണ്ടെന്ന് അർത്ഥം. ഇനി തിരിച്ചു പറഞ്ഞാൽ ഇയാൾ ഇങ്ങോട്ടും അതേ ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട് ന്യൂട്ടൺസ് തേർഡ് ലോ അനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുക? അതുകൊണ്ട് സംഭവിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇത്രയും വലിയ റിപ്പൾസീവ് ഫോഴ്സ് ആയതുകൊണ്ട് 9 × 10⁴ ന്യൂട്ടൺ ഫോഴ്സ് ആണ് 1 കൂളും ഇയാളുടെ മുകളിൽ തിരിച്ച് പ്രയോഗിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് ഈ ചാർജിന് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അത് റിപ്പൽ ചെയ്ത് അകലേക്ക് പോകും. റിപ്പൾഷൻ നമ്മളിവിടെ അസ്യൂം ചെയ്യാൻ കാരണം നമ്മൾ ഇവിടെയും +10 കൂളുമാണ്, ഇവിടെ +1 കൂളുമാണ്, 2 പോസിറ്റീവ് ചാർജുകൾ പരസ്പരം റിപ്പൽ ചെയ്യും. അപ്പോൾ ഇത്രയും വലിയ ഫോഴ്സിൽ ഈ വാല്യൂ ഓഫ് ഫോഴ്സ് കാരണം ഇയാൾക്ക് ഇങ്ങോട്ട് റിപ്പൾസീവ് ഫോഴ്സ് അനുഭവപ്പെടുമ്പോൾ ഇയാൾ ഇങ്ങോട്ട് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്താൽ എന്താ പ്രശ്നമുള്ളത്? അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ട സാഹചര്യത്തിന് ഒരു വ്യത്യാസം വരും. എന്താ ഈ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഒരു ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യേണ്ടി വരും. ഏതൊക്കെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്? 6 കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ഒന്നാമത്തെ സ്പെസിഫിക്കേഷൻ. 2 ഏത് മീഡിയത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. 3 ആ ചാർജിൽ നിന്നും എത്ര ദൂരെ കിടക്കുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ദൂരം എന്ന് വെച്ചാൽ r-ന്റെ വാല്യൂ ആണ്. അപ്പോൾ 3 ഫാക്ടേഴ്സ് ആണ് ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് പരിഗണിക്കേണ്ടത്. 1 ആര് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ്, 2 ഏത് മീഡിയത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം, 3 ആ ചാർജിൽ നിന്നും എത്ര ദൂരത്തിലുള്ള പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ മൂന്നാമത് പറഞ്ഞ ഫാക്ടറിന് വ്യത്യാസം വരും ഇത്രയും വലിയ ഫോഴ്സ് അയാൾക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മളിവിടെ വലിയൊരു ടെസ്റ്റ് ചാർജ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ +1 കൂളും പോലെയുള്ള വലിയൊരു ടെസ്റ്റ് ചാർജ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ the presence of that +1 coulomb will alter the conditions under which the field is to be calculated. ഫീൽഡ് കണ്ടുപിടിക്കേണ്ട സാഹചര്യങ്ങളിൽ തന്നെ വ്യത്യാസം വരുത്തും. അപ്പോൾ അങ്ങനെ വ്യത്യാസം വരുത്താതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ റിപ്പൾസീവ് ഫോഴ്സ് ഇത്ര അധികം ഉണ്ടാവുന്നു, ചെറിയ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവാൻ പാടും. ചെറിയ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാകണമെങ്കിൽ
നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൊണ്ടുവയ്ക്കുന്ന ടെസ്റ്റ് ചാർജ് പരമാവധി ചെറുതാക്കണം. എങ്ങനെയാ പരമാവധി ചെറുതാക്കുക എന്നുള്ള കാര്യം മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുക. അതെങ്ങനെയാണ് റിപ്രസെന്റ് ചെയ്യുക? Q0ന്റെ വാല്യൂ ആണ് ചെറുതാക്കേണ്ടത്. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ Q0ന്റെ വാല്യൂ 0നോട് അപ്രോച്ച് ചെയ്യുന്ന അത്രയും ചെറുതായിരിക്കണം. അതിന് മാത്തമാറ്റിക്സിൽ ഇങ്ങനെയാണ് പറയാം: ലിമിറ്റ് Q0 ടെൻസ് ടു 0 ടെൻസ് ടു ബി ഈക്വൽ ടു 0. ടെൻഡൻസി എന്ന് വെച്ചാൽ പ്രവണത. ടെൻസ് ടു ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 0 ആകാനുള്ള പ്രവണത കാണിക്കുക. Q0 എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജിന്റെ വാല്യൂ 0 ആകാനുള്ള പ്രവണത കാണിക്കുന്ന പരിധിയിൽ അത്രയും ചെറിയ ഒരു ടെസ്റ്റ് ചാർജിനെ വേണം നിങ്ങൾ കൊണ്ടുവയ്ക്കാൻ. ഓക്കെ, അപ്പം ആ ടെസ്റ്റ് ചാർജിന് അനുഭവപ്പെട്ട ഫോഴ്സ് ആണ് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച എഫ് എന്ന് പറയുന്നത്. എഫ് എന്ന് പറയുന്നത് Q0 കൂളുമിന് അനുഭവപ്പെട്ട ഫോഴ്സ് ആണ് എഫ് എന്ന് പറയുന്നത്. ആ Q0 ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ? ഈ രണ്ട് ഈ ലിമിറ്റ് എക്സ്പ്രസ് ചെയ്തതിന്റെയും ഇതിന്റെയും കൂടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, എത്രമാത്രം ചെറിയ ഒരു Q0യെ കൊണ്ടുവയ്ക്കാൻ പറ്റുമോ അത്രയും ചെറിയൊരു Q0 പോയിന്റ് പിയിൽ വെക്കുമ്പോൾ അയാൾക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് എഫ് ന്യൂട്ടൺ എങ്കിൽ. അതാണ് എഫ് ന്യൂട്ടൺ എങ്കിൽ. നമ്മൾ ചോദ്യം ചോദിക്കാൻ പോവാണ്. അവിടെ 1 കൂളുമാണ് നിങ്ങൾ കൊണ്ടുവയ്ക്കുന്നതെങ്കിൽ, Q0 കൂളും കൊണ്ടുവയ്ക്കുന്നതിന് പകരം ശരിക്കും ഡെഫിനേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അനുസരിച്ച് അവിടെ കൊണ്ടുവയ്ക്കേണ്ടത് +1 കൂളുമിനെയാണ്. അത് കൊണ്ടുവയ്ക്കാൻ പറ്റാതിരിക്കാൻ കാരണം എന്താ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ചാർജിനെ അവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതല്ല, ഈ ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് അല്ല ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് +1 കൂളുമിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ്. അതുകൊണ്ട് മാത്തമാറ്റിക്കലി നമ്മൾ അവിടെ ഒരു +1 കൂളും വെക്കുന്നതായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ, Q0 കൂളും ശരിക്കും വെച്ചപ്പോൾ അയാൾക്ക് എഫ് ന്യൂട്ടൺ ഫോഴ്സ് അനുഭവപ്പെട്ടു. Q0ക്ക് പകരം നിങ്ങൾ +1 കൂളുമിനായിരുന്നു കൊണ്ടുവയ്ക്കേണ്ടിരുന്നത്. അയാളെ പക്ഷേ ഫിസിക്കലി കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. മാത്തമാറ്റിക്കലി അങ്ങനെ ഒരു ചാർജിനെ കൊണ്ടുവച്ചിരുന്നു, പോയിന്റ് പിയിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്ര വരും? അയാൾക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് എഫ് ഡിവൈഡഡ് ബൈ Q0. ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഈ Q0 എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ലിമിറ്റ് Q0 ടെൻസ് ടു ബി ഈക്വൽ ടു 0 എഫ് ഡിവൈഡഡ് ബൈ Q0 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിന്റ് പിയിൽ 1 കൂളുമിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണെന്ന് കിട്ടും. 1 കൂളുമിന് അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ വെറും ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് എഫ് എന്ന് പറയുന്ന വെക്ടർ ക്വാണ്ടിറ്റിയെ 1/Q0 എന്ന് പറയുന്ന സ്കെയിലാർ കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് ഇ എന്നുള്ളത് കൊണ്ട്, ഒരു വെക്ടറിനെ ഒരു സ്കെയിലാറോട് ഗുണിക്കുമ്പോൾ വെക്ടർ തന്നെയാണ് കിട്ടുക എന്നുള്ളത് കൊണ്ട് ഇലക്ട്രിക് ഫീൽഡും ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇനി എന്താ ഇതിന്റെ യൂണിറ്റ് വരാന്ന് വെച്ചാൽ, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ചാർജിന്റെ യൂണിറ്റ് കൂളും. സോ ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ന്യൂട്ടൺ പെർ കൂളും. ഇലക്ട്രിക് ഫീൽഡ് യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളും ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് electric field at a point due to a given charge is defined as the force experienced by a unit positive charge placed at that point. Now let us think about the direction of electric field. എങ്ങനെയാണ് ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ യുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിന്റെ ഡെഫിനിഷൻ നമ്മൾ എഴുതി വയ്ക്കാം. ഇലക്ട്രിക് ഫീൽഡ് is defined through the equation vector E equal to limit Q0 tends to be equal to 0 vector F divided by Q0. ഇനി നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി ഈ ലിമിറ്റ് Q0 ടെൻസ് ടു ബി ഈക്വൽ ടു 0 എന്നുള്ളത്. സാധാരണ കേസിൽ എഴുതുന്ന സമയത്ത് ഈ ഈക്വൽ ടു F/Q എന്നോ അല്ലെങ്കിൽ F/Q0 എന്നൊക്കെ എഴുതിയാലും ഇങ്ങനെ എഴുതിയാലും മതി. ഈ ഇത് കാണിക്കണമെന്നില്ല, നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. ഇനി നമുക്ക് ഈ എഫിന്റെ വാല്യൂ നേരത്തെ നമ്മൾ എഴുതിയതാണ്, അതൊന്നുകൂടി കൂളുംസ് ലോ ഉപയോഗിച്ച് എഴുതാം. എഫ് എന്ന് വെച്ചാൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ്, എഫ് എന്ന് വെച്ചാൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ Q0. Q0ക്ക് ഇവിടെ Q0 വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പോയിന്റ് പിയിൽ വെച്ച് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് എഫ് എന്ന് വിളിക്കുന്നത്. അതിന്റെ വാല്യൂ ഇങ്ങനെയാണ് കിട്ടുക, മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെയാണ് കിട്ടുക. എഫ് ഈക്വൽ ടു 1/4πε0 Q ഇൻറ്റു Q0 ഡിവൈഡഡ് ബൈ R². അപ്പോൾ എഫിന്റെ വാല്യൂ കിട്ടും. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് ഇ കിട്ടുക? ഇ ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ ഇസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ Q0. അതായത് ഈ ഇക്വേഷനെ Q0 കൊണ്ട് ഹരിക്കുക. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/4πε0 Q ഇൻറ്റു Q0 ഡിവൈഡഡ് ബൈ R² ഹോൾ ഡിവൈഡഡ് ബൈ Q0. ഹോൾ ഡിവൈഡഡ് ബൈ Q0 എന്ന് പറഞ്ഞാൽ Q0 ഇങ്ങോട്ട് വരും. സോ Q0യും ഈ Q0യും ക്യാൻസൽ ചെയ്ത് പോയി. വാട്ട് റിമൈൻസ് ഈസ് E is equal to 1/4πε0 Q divided by R². So this is the mathematical equation
used to calculate the magnitude of electric field at a point P distant r from a given charge. ഒരു ചാർജിൽ നിന്നും r ദൂരെ കിടക്കുന്ന പോയിന്റിലുള്ള മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. ഇനി മീഡിയം മാറിക്കഴിഞ്ഞാൽ ഇവിടെ എപ്സിലോൺ സീറോന്റെ സ്ഥാനത്ത് ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി. ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ വാട്ടറിന്റെ പെർമിറ്റിവിറ്റി വരും. വാക്വം ആയതുകൊണ്ടാണ് നമ്മളിവിടെ എപ്സിലോൺ സീറോ എന്ന് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈ വെക്ടറിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വി അസ്യൂം ദാറ്റ് Q is a പോസിറ്റീവ് ചാർജ്. ഈ എടുത്തിരിക്കുന്ന ചാർജ് പോസിറ്റീവ് ചാർജാണെന്ന് വിചാരിക്കും. പ്ലസ് ക്യൂ ചാർജ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ പ്ലസ് ക്യൂ ചാർജ് കാരണം പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ എങ്ങോട്ടാണ് ഇത്. അപ്പോൾ ഇവിടെ മാത്തമാറ്റിക്കലി നമ്മൾ വെക്കേണ്ടത് 1 കൂളും ചാർജിനെയാണ്. എന്ത് 1 കൂളുമിനെ? +1 കൂളും ചാർജ്. അപ്പോൾ +1 കൂളുമിനെ ആ +1 കൂളുമിന്റെ മുകളിൽ ഇയാൾ പ്രയോഗിക്കുന്ന ഫോഴ്സ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഈ +1 കൂളുമിന്റെ മുകളിൽ ഇയാൾ പ്രയോഗിക്കുന്ന ഫോഴ്സ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. +1 കൂളും പ്ലസ് ക്യൂ കൂളും +1 കൂളുമിനെ റിപ്പൽ ചെയ്യും. അതായത് ഈ ഫോഴ്സിന്റെ ദിശ ഈ ഇങ്ങോട്ടാണ്, റിപ്പൽഷൻ ആണ്. ഈ ദിശയിലാണ് ഫോഴ്സ് ആയിട്ട്. ഇതാണ് ഈ ഫോഴ്സ് ആയിട്ടിന്റെ ദിശ. സോ വാട്ട്സ് ദ ഡയറക്ഷൻ ഓഫ് ആ ഫോഴ്സിനാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ആ ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ആരാണോ ആ ഫീൽഡിന് കാരണക്കാരൻ, ഇവിടെ +Q ആണ് ഫീൽഡിന് കാരണക്കാരൻ, അയാളിൽ നിന്നും അകലേക്കായിട്ടാണ്, കാരണം റിപ്പൽഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇതിന് ജനറലൈസ് ചെയ്യാണ്. ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ പോസിറ്റീവ് ചാർജ് ഈസ് എവേ ഫ്രം ദാറ്റ് ചാർജ്. ഏത് ചാർജ് കാരണമാണോ ഫീൽഡ് ഉണ്ടാവുന്നത് അയാൾ പോസിറ്റീവ് ആണെങ്കിൽ അയാളിൽ നിന്നും അകലേക്കായിരിക്കും ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ. ഇനി സപ്പോസ് ദാറ്റ് Q ഈസ് എ നെഗറ്റീവ് ചാർജ്. ഈ എഴുതിയിരിക്കുന്നത് നെഗറ്റീവ് ചാർജ് ആണെന്നിരിക്കും. നെഗറ്റീവ് ചാർജ് ആകുമ്പോഴും ഇവിടെ മാത്തമാറ്റിക്കലി നമ്മൾ കൊണ്ടുവയ്ക്കുന്നത് +1 കൂളുമിനെ തന്നെയാണ്, -1 കൂളുമിനെ അല്ല. +1 കൂളുമിന്റെ മുകളിൽ ഈ നെഗറ്റീവ് ചാർജ് പ്രയോഗിക്കുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഇത് തന്നെയാണ്, 1/4πε0Q/r². വാട്ട്സ് ദ ഡയറക്ഷൻ? ഇത് ഇപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. പോസിറ്റീവ് ചാർജിനെ നെഗറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പം ഈ ഇലക്ട്രിക് ഫീൽഡ് E' ആണെങ്കിൽ E' എന്ന് പറയുന്നത് റിപ്പൾഷൻ അല്ല, അട്രാക്ഷൻ ആണ്. സോ ഇറ്റ് ഈസ് ടുവേർഡ്സ് ദ ഗിവൺ ചാർജ്. അപ്പോൾ അതിനെ നമ്മൾ ജനറലൈസ് ചെയ്യാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ നെഗറ്റീവ് ചാർജ് ഈസ് ടുവേർഡ്സ് ദാറ്റ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ നെഗറ്റീവ് ചാർജ് ഈസ് ടുവേർഡ്സ് ദാറ്റ് ചാർജ്. ചാർജിൻ്റെ അടുത്തേക്കാണ് നെഗറ്റീവ് ചാർജ് കാരണമുള്ള ഫീൽഡിൻ്റെ ദിശ. ഇനി ഒന്നിലധികം ചാർജുകൾ വന്നാലോ? ഇവിടെ നമ്മൾ ഒരു ചാർജ് കാരണമുള്ള ഫീൽഡാണ് കണ്ടുപിടിച്ചത്. സപ്പോസ് ദാറ്റ് വി ഹാവ് എ നമ്പർ ഓഫ് ചാർജസ് അറ്റ് വേരിയസ് പോയിന്റ്സ് ഇൻ സ്പേസ്. അതിലൊരു ചാർജ് Q1 ആണെന്ന് വിചാരിക്കാം. അപ്പം ആ ചാർജ് കാരണം ആ ചാർജിൽ നിന്നും പോയിന്റ് പിയിലേക്കുള്ള ദൂരം R1 മീറ്റർ ആണ് എന്ന് വിചാരിക്കാം. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു Q1 ഈസ് ഗിവൺ ബൈ, അത് E1 ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി ഡ്യൂ ടു Q1 ഈസ് ഗിവൺ ബൈ E1, വെക്ടർ E1 ഈക്വൽ ടു 1/4πε0 Q1 ഡിവൈഡഡ് ബൈ R1². Now if Q1 is പോസിറ്റീവ് ചാർജ്, അപ്പോൾ ആ ഫോഴ്സിൻ്റെ ദിശ, ഇലക്ട്രിക് ഫീൽഡ് ദിശ എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരും. ഇതാണ് വെക്ടർ E1ന്റെ ദിശ. Now we place another charge Q2 at a different point. Q2 എന്ന് പറയുന്ന മറ്റൊരു പോസിറ്റീവ് ചാർജ് at a different distance R2 from this point P. R2 ദൂരത്തിൽ കൊണ്ടുപോയി വെച്ചെന്ന് വിചാരിക്കും. What is the electric field experienced by this charge due to the introduction of the new charge Q2? അത് E2 ആണ് വിചാരിക്കുക. E2 is equal to 1/4πε0 Q2 divided by R2². Q2 divided by R2². Now, what is the direction of this electric field if Q2 is positive? പോസിറ്റീവ് ചാർജ് കാരണമുള്ള ഫീൽഡ് ആ ചാർജിൽ നിന്നും അകലേക്കായിരിക്കും. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ E2. ഇതാണ് E2വിൻ്റെ ദിശ എന്ന് പറയുന്നത്, ഡയറക്റ്റഡ് അവേ ഫ്രം ദ ചാർജ്. ഇനി വി ഹാവ് എ തേർഡ് ചാർജ് Q3 അറ്റ് എ ഡിഫറെൻറ്റ് പോയിന്റ് ആൻഡ് വി അസ്യൂം ദാറ്റ് ദിസ് ഇസ് എ നെഗറ്റീവ് ചാർജ്. ഇതൊരു നെഗറ്റീവ് ചാർജാണ് വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് R3 ഫ്രം ദ ഗിവൺ ചാർജ്. ഈ Q3യിൽ നിന്നും R3 ദൂരത്തിലാണ് പിയിൽ നിന്നും R3 ദൂരത്തിലാണ് Q3 വെച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസ്ഡ് അറ്റ് പോയിന്റ് P ഡ്യൂ ടു ദ ന്യൂ ചാർജ്? ആ ഇലക്ട്രിക് ഫീൽഡ് E3 ആണെങ്കിൽ വെക്ടർ E3 ഈക്വൽ ടു 1/4πε0 Q3 divided by R3. Now Q3 is a negative charge. We already know that an electric field due to a negative charge is directed towards that charge. അപ്പോൾ ഈ ചാർജിൻ്റെ അടുത്തേക്കാണ് വെക്ടർ E3 എന്ന് പറയുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജിൻ്റെ ദിശ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോയിന്റ് പിയിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എത്ര ഉണ്ട്? രണ്ട് ഇലക്ട്രിക് ഫീൽഡുകൾ, അതായത് ചാർജുകളിൽ നിന്നും അകലേക്കായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് E1 E2. മൂന്നാമത്തെ ഇലക്ട്രിക് ഫീൽഡ് ആ ചാർജിൻ്റെ അടുത്തേക്കായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് E3. സോ
So what is the net electric field? The net electric field at a point P is given by E equal to vector E1 plus vector E2 plus vector E3. Vector E1 plus vector E2 plus vector E3. മൂന്നിൻ്റെയും കൂടെ വെക്ടർ സം എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ കാൽക്കുലേറ്റ് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി. അപ്പോൾ ഡയറക്ഷനും കിട്ടും, ഈക്വേഷൻ പ്രകാരം ഡയറക്ഷനും കിട്ടും, മാഗ്നിറ്റ്യൂഡും കിട്ടും. ഓക്കെ, അതിനൊരു കുറച്ചും കൂടെ മനസ്സിലാവാനായിട്ടൊരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. സപ്പോസ് ദാറ്റ് വി ഹാവ് ടു ചാർജസ് പ്ലസ് ക്യൂ and another plus q separated by a certain distance. ഇവയ്ക്കിടയിൽ ഒരു ഈ എ സി എന്നാണ് ഈ ഡിസ്റ്റൻസ് വിചാരിക്കുക. അതായത് എയിൽ പ്ലസ് ക്യൂ ചാർജ്, സിയിലും പ്ലസ് ക്യൂ ചാർജ് വെച്ചിട്ടുണ്ട്. ബിയിലെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമ്മൾ എയിലെ ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കും. അത് വെക്റ്റർ ഇ എ ആണെന്ന് വിചാരിക്കുക. വെക്റ്റർ ഇ എ ഇസ് ഈക്വൽ ടു 1 പോയിന്റ് ബിയിൽ ഈ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അവിടെ ആരെയാണ് കൊണ്ടുവയ്ക്കേണ്ടത്? മാത്തമാറ്റിക്കലി ഒരു +1 കൂളുമിനെ ബിയിൽ വെച്ചിട്ടുണ്ട്. സോ 1/4πε0 ഇൻറ്റു ക്യൂ ഇൻറ്റു 1 കൂളുമിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ എ ബി സ്ക്വയർ. ഈ എ ബി എന്ന് പറയുന്ന ദൂരവും ബി സി എന്ന് പറയുന്ന ദൂരം ഈക്വൽ ആണെന്ന് വിചാരിക്കുന്നത്. വെച്ചാൽ ബി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് മിഡ് പോയിന്റ് ആണ് ബി എന്ന് വിചാരിക്കുക. അപ്പോൾ എ ബി എന്ന് പറയുന്ന ദൂരം ബി സി എന്ന് പറയുന്ന ദൂരം ഈക്വൽ ആണ്. ആ വാല്യൂ സ്മോൾ ആണെന്ന് വിചാരിക്കുക. സോ ക്യൂ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. ഇനി വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദിസ് ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ് ടു എ പോസിറ്റീവ് ചാർജ് ഈസ് അവേ ഫ്രം ദാറ്റ് ചാർജ്. അപ്പം ഈ പോയിന്റിൽ ഈ ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ആ ചാർജിൽ നിന്നും അകലേക്ക്. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ ഇ എ. വെക്റ്റർ ഇ എയുടെ ദിശ അങ്ങോട്ട് വരും. സിമിലർലി ഇ സി ഈസ് ഈക്വൽ ടു ചാർജ് അറ്റ് സി കാരണം പോയിന്റ് ബിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ 1/4πε0. സെയിം ചാർജ് ഈക്വൽ വാല്യൂ ആണ് ചാർജ് ഇവിടെയുള്ള അതേ വാല്യൂനാണ് ഇവിടെയുള്ളത്. ക്യൂ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് അത് തന്നെയാണ്, ബി സി സ്ക്വയർഡ് വരെ, പക്ഷേ ബി സി ഈക്വൽ ടു സ്മോൾ ആണ്. സോ എ സ്ക്വയർ. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദിസ് ഇലക്ട്രിക് ഫീൽഡ്? ഇയാൾ കാരണം ഇവിടെ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈ ചാർജിൽ നിന്നും അകലേക്കായിരിക്കും. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങോട്ടായിരിക്കും ഈ സിയുടെ ദിശ എന്ന് പറയുന്നത്. ഇനി മേക്ക് എ കമ്പാരിസൺ ബിറ്റ്വീൻ ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ദീസ് ടു ക്വാണ്ടിറ്റി. ഓൾറെഡി അവർ ഓപ്പോസിറ്റ് ആണ് നമുക്ക് മനസ്സിലായിരുന്നു. മേക്ക് എ കമ്പാരിസൺ ബിറ്റ്വീൻ ദീസ് മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ദീസ് ടു ഇലക്ട്രിക് ഫീൽഡ്സ്. വി സി ദാറ്റ് വെക്റ്റർ ഇ എയുടെ മാഗ്നിറ്റ്യൂഡും വെക്റ്റർ ഇ സിയുടെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് എ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് ബി? ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് ബി, therefore the net electric field at point B വെക്റ്റർ ഇ ആണെങ്കിൽ വെക്റ്റർ ഇ ഈക്വൽ ടു വെക്റ്റർ ഇ എ പ്ലസ് വെക്റ്റർ ഇ സി. രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെക്ടറുകളുടെ സം എടുത്തു കഴിഞ്ഞാൽ 0 ആണെന്ന് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ദ ഫിസിക്കൽ മീനിങ് ഓഫ് ദിസ് വാല്യൂ 0? അതിൻ്റെ ഫിസിക്കൽ അർത്ഥം നിങ്ങൾ ഫിസിക്കലായിട്ട് ചിന്തിച്ച് നോക്കൂ. ഇവിടെ +1 കൂടും വെച്ച് കഴിഞ്ഞാൽ അതിനെ ഈ ചാർജ് അങ്ങോട്ട് റിപ്പൽ ചെയ്യും, ഈ ചാർജ് ഇപ്പുറത്തേക്ക് റിപ്പൽ ചെയ്യും. ഈ റിപ്പൾസീവ് ഫോഴ്സുകൾ രണ്ടും ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഒരാളുടെ മുകളിൽ തുല്യവും വിപരീതമായ ദിശയിൽ രണ്ട് ഫോഴ്സുകൾ പ്രയോഗിക്കപ്പെടുകയാണെങ്കിൽ നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആണ്. അത്രയും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ വളരെ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഫിസിക്കൽ മീനിങ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? അതിന് ഇത്രയേ അർത്ഥമുള്ളൂ. ഏതോ ഒരു ചാർജ് കാരണം അല്ലെങ്കിൽ ഒന്നിലധികം ചാർജുകൾ കാരണമായിരിക്കും ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിട്ടുണ്ടാവുക. ആ ഒരു ചാർജിന് അല്ലെങ്കിൽ ഒന്നിലധികം ചാർജുകൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് ആ പോയിന്റിൽ ഉള്ള ഇൻഫ്ലുവൻസ്, ആ പോയിന്റിൽ മറ്റ് ചാർജുകളുടെ മുകളിൽ പ്രയോഗിക്കാനുള്ള ഫോഴ്സ് കൂടുതലാണോ കുറവാണോ, മറ്റ് ചാർജുകളുടെ മുകളിൽ കൂടുതൽ ഫോഴ്സ് പ്രയോഗിക്കാനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അളവുകോലാണ്, കൃത്യം അളവുകോലാണ് ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കൂടിയാൽ അതിൻ്റെ അർത്ഥം ഒരു ഗിവൺ ചാർജിന് ആ പോയിന്റിൽ നല്ല ഇലക്ട്രിക് ഫോഴ്സ് പ്രയോഗിക്കാനുള്ള കഴിവുണ്ട്. ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കുറവാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ഗിവൺ ചാർജിന് ആ പോയിന്റിൽ നല്ല ഇലക്ട്രിക് ഫോഴ്സ് പ്രയോഗിക്കാനുള്ള കഴിവില്ല. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുകയാണ്. നമുക്ക് ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് അറിയാമെന്ന് വിചാരിക്കാം. ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ വെക്റ്റർ ഇ നമുക്കറിയാം. ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഇ ആണെന്ന് നമുക്കറിയാം എന്ന് വിചാരിക്കാം. എന്താ ഡെഫിനേഷൻ അനുസരിച്ച് ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഇ ആണെന്ന് പറഞ്ഞ അർത്ഥം? ദ മീനിങ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് ഈസ് ഇ എന്ന് പറഞ്ഞാൽ എന്താ അതിനുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്രയാണ്. ഈ പോയിന്റിൽ നിങ്ങളൊരു 1 കൂളും വെച്ച് കഴിഞ്ഞാൽ, പോയിന്റ് പി എന്ന് വിചാരിക്കുക. പോയിന്റ് പിയിൽ നിങ്ങൾ 1 കൂളും വെച്ച് കഴിഞ്ഞാൽ, +1 കൂളും വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എത്ര ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്? ഈ ന്യൂട്ടൺ ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. അതാണ് ഡെഫിനേഷൻ അനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ബൈ ഡെഫിനേഷൻ ഇറ്റ് ഈസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇനി പോയിന്റ് പിയിൽ നിങ്ങൾ Q കൂളും കൊണ്ടുവയ്ക്കുകയാണെന്ന് വിചാരിക്കും. 1 കൂളും വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സാണ് ഈ. നിങ്ങൾ പുതിയതായിട്ടൊരു Q കൂളുമിനെ കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിക്കുക. Q കൂളുമിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എത്ര ഫോഴ്സ് അനുഭവപ്പെടും?
ആ പോയിന്റ് പിയിൽ 1 കൂളുമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ന്യൂട്ടൺ, അതിന് പകരം Q കൂളുമാണ് വെക്കുന്നതെങ്കിൽ ഒരു മാങ്ങയ്ക്ക് 10 രൂപ, അപ്പോൾ 7 മാങ്ങയ്ക്ക് എത്ര എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്സ് ഉണ്ട്. 1 കൂളും വെച്ചാൽ ഈ ന്യൂട്ടൺ, അപ്പോൾ Q കൂളും വെച്ച് കഴിഞ്ഞാൽ Q ഇൻറ്റു ഈ ന്യൂട്ടൺ ഫോഴ്സ് അനുഭവപ്പെടും. അപ്പോൾ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡും ആ പോയിന്റിൽ വെച്ചിരിക്കുന്ന ചാർജിന്റെ മാഗ്നിറ്റ്യൂഡും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാർജിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. F is equal to Q into E. F is equal to Q into E. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. രണ്ട്, ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ ഫിസിക്കൽ മീനിങ് എന്താണ്. ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കൂടുതലാണെങ്കിൽ അതിനർത്ഥം ആ പോയിന്റിൽ വേറെ ഏതെങ്കിലും ചാർജ് വെച്ചാൽ ആ ചാർജിന് നല്ല ഫോഴ്സ് അനുഭവപ്പെടും. ആ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണിത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ചാർജിന് അല്ലെങ്കിൽ ഒരു കൂട്ടം ചാർജുകൾക്ക് മറ്റൊരു പോയിന്റിൽ വെച്ചിരിക്കുന്ന ചാർജുകളെ മറ്റൊരു പോയിന്റിൽ വെച്ചിരിക്കുന്ന ചാർജിനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ അതോ കുറച്ച് ഇൻഫ്ലുവൻസ് മാത്രമേ പ്രയോഗിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു അളവുകോലാണ് ഇലക്ട്രിക് ഫീൽഡ്. ഒരു ചാർജിന് മറ്റ് ചാർജുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവിൻ്റെ അളവുകോലാണ് ആ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. പിന്നെ മനസ്സിലാക്കിയ കാര്യം, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോസിറ്റീവ് ചാർജ് ഈസ് അവേ ഫ്രം ദാറ്റ് ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ നെഗറ്റീവ് ചാർജ് ഈസ് ടുവേർഡ്സ് ദാറ്റ് ചാർജ്. ഓക്കെ.